ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കിയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി അരക്കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതുമാണ്. ചൂടായ ഒരു പാനിലേക്ക് റവ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് റോസ്റ്റ് ആവേണ്ട ഇത്. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഈ വറുത്ത റവയെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് മാത്രമാണ് ഇഷ്ടമെങ്കിൽ അത് മാത്രം ചേർത്താലും മതി. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉഴുന്നും കുറച്ച് കശുവണ്ടിയും വറ്റൽമുളകും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇനി സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ നിറമാവേണ്ട. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാലും തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് റവ ചേർക്കുന്നതിനായി റവയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കണം. പാലിലേക്ക് നേരിട്ട് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റവയിലേക്ക് ഉപ്പ് ചേർത്തിളക്കിയ ശേഷം പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് മതി ഇതൊന്ന് വേവായി കിട്ടാൻ. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഏവർക്കും ഇഷ്ടമാകും. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.